Hi everybody, welcome back and this is me. Guys, ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ടെക് ബ്രേക്കിംഗ് ആണ്. നമ്മൾ ഇതിന് മുന്നേ 2 മൂവി റിവ്യൂസ് ഒക്കെ അപ്ലോഡ് ചെയ്തായിരുന്നു. അപ്പോൾ ടെക് ബ്രേക്കിംഗ് എന്ന് പറയുമ്പോൾ കുറച്ച് ടെക് ന്യൂസ് കിട്ടിയായിരുന്നു. അതാണ് ഇന്നത്തെ വീഡിയോ വരുന്നത്. നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കിയോ. ഫസ്റ്റ് തന്നെ പറയാനുള്ളത് ഐഫോൺ 60 വരാൻ പോകുന്നതെന്നാണ് അറിഞ്ഞത്. സെപ്റ്റംബറിലാണ് ലോഞ്ച് ഡേറ്റ് പറയുന്നത്. iOS 18 വരുന്നത്. 48 MB ഒരു ക്യാമറ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഫ്രണ്ടിൽ 60 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ എന്ന് പറയുന്നുണ്ട്. അതിന് പുറമേ ആയിട്ട് ലോഞ്ച് ഡേറ്റ് എന്ന് പറയുമ്പോൾ സെപ്റ്റംബറിലാണെന്നാണ് പറഞ്ഞത്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. വീണ്ടും പറയുകയാണ്. ഡീറ്റെയിൽ റിവ്യൂ നമ്മൾ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യുക, നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുക. സെക്കൻഡ് അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവർക്കും അറിയാം ആപ്പിളിൻ്റെ വിഷൻ പ്രോ ഇറങ്ങിയ സമയത്ത് ഭയങ്കര കൂടിയും കാര്യങ്ങളൊക്കെ കാരണം സെയിൽസ് കുറഞ്ഞത് കാരണം ആപ്പിൾ അതിൻ്റെ പ്രൊഡക്ഷൻ ഇപ്പോൾ കുറച്ചിരിക്കുകയാണ്. ഏകദേശം പകുതിയോളം കുറച്ചെന്ന് വേണമെങ്കിൽ പറയാം. 8 ലക്ഷം യൂണിറ്റ് വരെ അവർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പോൾ 4 ലാഖിലോട്ട് അവർ കുറച്ചിരിക്കുകയാണ്. ഒന്നുമില്ല, ആപ്പിൾ നമുക്ക് ഓവർകം ചെയ്യാം. ആപ്പിൾ വിഷൻ പ്രോ സെക്കൻഡ് ഇനി അടുത്ത് ഇറങ്ങുമല്ലോ, അതിന് നമുക്ക് ഓവർകം ചെയ്യാം. ഇതിപ്പോൾ ബേസ് വേരിയൻ്റ് ഇപ്പോൾ സാംസങ് എന്നല്ല, ഇപ്പോൾ ആരായാലും ആദ്യം ഒരു പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ അത് ചെറിയൊരു പാളിച്ച പറ്റും. അത് കുഴപ്പമില്ല, നമുക്കത് ഓവർകം ചെയ്യാം. അപ്പോൾ തേർഡ് അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. ഇൻഫിനിക്സിൻ്റെ GT20 Pro 5G വരാൻ പോവുകയാണ്. എന്തായാലും ഇതിൻ്റെ ഒരു സ്പെക്ക് എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ നല്ലൊരു സക്സസ് കിട്ടാൻ ചാൻസ് ഉള്ള നല്ലൊരു ഫോണായിട്ട് എനിക്ക് തോന്നിയായിരുന്നു ഇൻഫിനിക്സിൻ്റെ ഈ ഒരു ഫോൺ. ഇതിൻ്റെ സ്പെക്ക് നോക്കിക്കഴിഞ്ഞാൽ Dimensity 8200 Ultra എന്ന് പറയുന്ന നല്ലൊരു പെർഫോമൻസ് വയ്ക്കുന്ന ചിപ്സെറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. 108 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ ഇത് വരുന്നുണ്ട്. അതേപോലെ തന്നെ 5000 mAh ബാറ്ററിയാണ് കമ്പനി പറയുന്നത്. 45 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങും കമ്പനി സപ്പോർട്ട് ആകും. എന്തായാലും ഈ ഫോൺ ഗെയിമേഴ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇറക്കുന്ന ഫോണാണ്. ആരും പേടിക്കേണ്ട. ഈ ഫോൺ ഇറങ്ങുമ്പോൾ ഈ ഫോണിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ നമ്മുടെ ചാനലിൽ വരും. ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സൂക്ഷിച്ചൊക്കെ ഇടുക. നമുക്ക് അടുത്ത 4th അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ 4th അപ്ഡേറ്റ്. ഈ അപ്ഡേറ്റ് പറയുമ്പോൾ ഈ അപ്ഡേറ്റ് റിയൽമിയുടെ വമ്പം മണ്ടത്തിലാണ് പറയാൻ പോകുന്നത്. റിയൽമിയുടെ ഇപ്പോൾ നാസറോ 70 5G എന്ന് പറഞ്ഞൊരു ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. 24-ാം തീയതിയാണ് ലോഞ്ച് ഡേറ്റ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ റിയൽമിയുടെ P1 5G എന്ന് പറഞ്ഞൊരു ഫോണുണ്ട്. ആ ഫോണിൻ്റെ അതേ സെയിം ജിപ്സെറ്റാണ് ഇതിലും കൊണ്ടുവന്നിരിക്കുന്നത്. റിയൽമി ഇതും കൂട്ടി 2-3 ഫോണായി. ഇതേ സെയിം ജിപ്സെറ്റ് 2-3 ഫോണായി അടുപ്പിച്ചിറക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ ജിപ്സെറ്റ് ഏതെന്ന് നിങ്ങൾ ചോദിച്ചേ, Dimensity 7050 എന്ന് പറയുന്ന ഈ ജിപ്സെറ്റാണ് ഇവർ അടുപ്പിച്ച് 3 ഫോണിലായിട്ട് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. തോന്നുന്നത് P1 സെയിം സ്പെക്ക് ആവാനാണ് ഈ 70 നാസറയിലും ചാൻസ് കൂടുതൽ. എങ്കിൽ ഞാൻ P1 നിങ്ങൾക്ക് പറയത്തുള്ളൂ. P1 നല്ലൊരു ഫോണാണ്. അതിനെയും കൂടെ മാനം കെടുത്താൻ വേണ്ടിയാണ് ഈ നാസറയിൽ ഇത് കൊടുക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നോക്കി നോക്കാം. ഈ ഫോൺ ഇറങ്ങുമ്പോൾ എൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ഞാൻ കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുക. നല്ല കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കുക. മൂവി റിവ്യൂസും ടെക് റിലേറ്റഡ് ഇതേപോലത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.